ഹായ് വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷെഫി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ നല്ലപോലെ ചൂടായ പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റൈസിലേക്ക് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചിക്കിയിട്ടെടുക്കണം. കൂടുതലായി ഇളക്കി കൊടുത്ത് ചെറിയ ചെറിയ പീസായി പോകരുത്, കുറച്ചൊരു വലിയ പീസിലായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട എഗ്ഗാണ്. ഇതുപോലെ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് റൈസിന് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറിയ പീസാക്കിങ്ങാട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു മണക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, താഴെ ഭാഗം വരുന്ന ആ ഒരു പോർഷനാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിൻ്റെയും ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലായിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ആണ് എടുത്തത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ 1 ക്യാരറ്റാണ് എടുത്തത്. അത് ചെറിയ പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ക്യാപ്സിക്കം ഒരു 1/4 പോർഷൻ ക്യാപ്സിക്കവും പിന്നെ 1 പിടി ബീൻസും ആണ് എടുത്തത്. ഇതിലേക്ക് സ്വീറ്റ് കോണും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വീറ്റ് കോൺ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മാറിപ്പോവാതെ ആ ഒരു ഫ്രഷ്നെസ് കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഈ ഒരു വെജിറ്റബിൾ വാട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി. മാഗി ക്യൂബ് ആണെങ്കിൽ 1 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. പൗഡറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊക്കെ ഉപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നല്ല പോലെ ഉപ്പ് ഈ ഒരു മസാലയിലേക്ക് വരും കേട്ടോ. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കന് ഷ്രെഡ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എഗ്ഗ് മാത്രം ചേർത്ത് കൊടുത്താൽ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ ലാസ്റ്റാണ് ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ച് വെച്ച റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്നതൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഫ്ലേവറിൽ ഒരു ചെറിയ മാറ്റം വരും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് റൈസ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൂടുതൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു റൈസ് പൊട്ടിപ്പോവാത്ത രീതിയിൽ നോക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ റൈസൊക്കെ ഇവിടെ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ്ഗ് ഫ്രൈ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഗ്രീൻ പോർഷനും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡായിട്ട് ഒന്നും കഴിക്കേണ്ടതില്ല, കാരണം നമ്മളിതിൽ ചിക്കനും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ റൈസിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ ബട്ടർ ചിക്കനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന
ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണത്. ഇൻഷാല്ല ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദ ഷഫീൻ.